എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇങ്ങനെ എന്താ പറയേണ്ടത്, കുറേ ആൾക്കാർ എനിക്ക് ടാഗ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതായത് പാകിസ്ഥാനിൽ ഇന്ത്യൻ്റെ ഏതോ ഒരു ലേഡി വ്ളോഗർ പാകിസ്ഥാന് ചാരപ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനും എന്നെ പിടിച്ചിട്ട് ടാഗ് ചെയ്യുന്ന കാണുന്നുണ്ട്. എന്താ ചെയ്യുക, ഇതെന്നാടോ നിങ്ങളൊക്കെ ഇങ്ങനെയായിപ്പോയത്? അവരോട് പറയാനുള്ള കാര്യങ്ങൾ അവരോട് പറയാം. എനിക്കിപ്പോൾ കേരളത്തിൽ കോഴിക്കോടാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ കോഴിക്കോടുള്ള ആരുടെയൊക്കെ പിന്നെ ഫോൺ ചോർത്തലും വിവരങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്നതാണ്. കോഴിക്കോടുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാൻ പറ്റുവാണെങ്കിൽ അവരെ പോയിട്ടൊന്ന് അന്വേഷിക്കുക. എന്തായാലും കോഴിക്കോട്, തിരുവനന്തപുരം, പിന്നെ കൊല്ലം ഇങ്ങനെയുള്ള മൂന്നാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോയതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അന്വേഷിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. അതാണല്ലോ അതിൻ്റേതായ ശരി, അല്ലേ? അതാണ് അതിൻ്റേതായ ശരി. നിങ്ങൾ പിന്നെ അങ്ങനെ CBIക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളിങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലീസുകാരോട് പറയാം, പോലീസേ ഇന്ന അവസ്ഥയാണ്, ഇവരുണ്ട്, അവരുണ്ട്, ഓറുണ്ട്, ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് നെഗറ്റീവ് കമൻറ്റ് കുറവാണ്. എന്താണെന്നറിയില്ല, ഈ ജസ്ന സലീമിനെ ചീത്ത പറഞ്ഞതുകൊണ്ടോയെന്ന് അറിയില്ല. നെഗറ്റീവ് വളരെ കുറവാണ്. വളരെ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ, നിങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അവളെ തനി സ്വഭാവം കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അവരോട് പറയാനുള്ളത് ഇതൊരു നിയോഗം മാത്രമാണ്, അല്ലേ? കാരണം കണ്ണൻ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഗുരുവായൂരപ്പ എന്ന് നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വിശ്വാസപ്രകാരം ഗുരുവായൂരപ്പനെ നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കേൾക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ തുണയായിട്ടുള്ളത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. പിന്നെന്ന് വെച്ചാൽ കൃഷ്ണന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ണനും കൃഷ്ണൻ എന്ന് പറയുന്ന പോലെ എല്ലാവരും നമ്മൾ ഒരുക്കെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഹിന്ദു സമൂഹത്തിനെ തന്നെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഇങ്ങനെയൊരു മോള തുറന്നു കാട്ടിയതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളിവളെ കള്ളത്തരം ഒന്ന് പൊളിച്ചു കൊടുക്കണം. എന്നോട് മാത്രമല്ല, ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പേടി. കാരണം എന്താണോ, ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഉടനടി പീഡന കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് അവർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. ഇപ്പം ആത്മഹത്യ ഭീഷണി നടത്തിയിട്ട് എന്നെ പേടിപ്പിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുലുങ്ങില്ല. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങുന്നല്ലോ, ചൊന്നിൽ കേൾക്കുന്നില്ലേ? അതേപോലത്തെ അവസ്ഥയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.